ജോലിയൊക്കെ നേരത്തെ തുടങ്ങിയല്ലേ? ആ തുടങ്ങി. അനിയൻ പറഞ്ഞോണ്ടായിരിക്കും. അങ്ങനെ അനിയൻ വരുന്നോണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെയുള്ള ജോലിയുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കറിയാം. എപ്പോ വരുമോ? വിളിച്ചു ചോദിച്ചൂടെ? എന്റെ അടുത്തല്ലേ പറഞ്ഞത്? വരുമോ? നിന്റെ അടുത്തല്ലേ പറഞ്ഞത്? അപ്പൊ നിനക്ക് അറിഞ്ഞൂടെ? അച്ഛൻ്റെ അടുത്ത് എങ്ങനെ വിളിച്ചു പറയും? എന്തെങ്കിലും പറയാൻ വേണ്ടി അച്ഛനെ ഫോൺ ചെയ്താൽ അച്ഛൻ വെറുപ്പിച്ചു വിടും. ലച്ചുവേ വേണ്ട കേട്ടാ. മാമി വന്നാ പാൽക്കുപ്പി ബോയ്. അല്ല ഡാഡി ഇന്ന് ജംഗ്ഷനിൽ മീറ്റിങ്ങിന് പോകണില്ലേ? മീറ്റിംഗ് എന്താ മീറ്റിംഗ്? ഓ സാധാരണ അച്ഛൻ ജംഗ്ഷനിൽ മറ്റേ പാലും ചായയൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ മണ്ടന്മാർ സമ്മേളനമില്ല, അതിന്റെ അധ്യക്ഷൻ അച്ഛനല്ലേ? പറഞ്ഞാ മോയെ ഞാൻ മണ്ടന്മാർ അധ്യക്ഷനെന്ന് അവന്റെ തന്ത. അമ്മാ എന്താടാ? ചിറ്റപ്പൻ രാവിലെ അവിടെ വെളുപ്പെടുത്ത ട്രെയിനല്ലേ കയറിയത്? 10:30 എത്തൂലേ? എത്തുമായിരിക്കും. ട്രെയിൻ ലേറ്റുമല്ലോ ആവൂ. ഞാനല്ലടാ ഓടിക്കണത്. ഇല്ലെങ്കിൽ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത്. അത് കിടക്കും ഇരി. അമ്മ ചിറ്റപ്പ വന്ന ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. അത് സമ്മതിക്കരുത് കേട്ടാ. മിനിമം ഒരു 3 ദിവസമെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണേ. അതെ സമ്മതിക്കരുത്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫസ്റ്റ് വീക്ക് 2023 വിട്ടാൽ മതി. അവൻ കടയിൽ തുറന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കും ഇവിടെ. അതുപോലെ അവൻ്റെ ഭാര്യ സമ്മതിക്കൂടെ വരാൻ വേണ്ടി. ഞാൻ നീ ഇവിടെ അന്ന് നേരിട്ട് പോയില്ലേ, അവൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയില്ലേ? അതുകൊണ്ട് അതിന് പ്രത്യുപകാരമായിട്ട് വന്നിട്ട് തല കാണിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. നീ നോക്കിയോ, നാളെ രാവിലെ മുങ്ങും. ഈ അച്ഛൻ ഫുള്ള് നെഗറ്റീവ് ആട്ടാ, എന്ത് പറഞ്ഞാലും ആരെ പറഞ്ഞാലും. അച്ഛനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചിറ്റപ്പനെ പറ്റി പറഞ്ഞതിന് അച്ഛൻ എന്താ ഇത്ര പ്രശ്നം? അത് വലിയ ചേട്ടൻ കളിക്കുന്നത്. ചേട്ടനില്ല, ഞാൻ ഇവിടെ കളിച്ചാലേ ഉള്ളൂ. പിന്നെ എനിക്ക് കൊതിയാണ് ചേട്ടൻ കളിച്ചാൽ പാടി കിടന്നു. ലച്ചുവേ, അന്ന് ഞാനും അച്ഛനും കൂടെ നെയ്യാറ്റിങ്ങനെ പോയില്ലേ, അന്ന് അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെന്ന് കാണിക്കില്ല. എൻ്റെ പൊന്നു, അവരെ പറയാത്ത കുറ്റങ്ങളില്ല. നല്ല വീടാണ്, എന്നിട്ട് അതിന് പോലും കുറ്റം കണ്ടുപിടിച്ച് എനിക്കങ്ങ് ചൊറിഞ്ഞ് വരണ്ടായിരുന്നു അന്നേരം. അമ്മ അച്ഛന് അസൂയ ഉള്ളതുകൊണ്ടൊന്നുമല്ല ആ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞത്. അച്ഛനിപ്പം വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൂപ്പർവൈസർ ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ അച്ഛൻ? ഓ, അച്ഛനെ പൊക്കി പറയാൻ ഒരാളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കളിയാക്കി ചിരിക്കണത് എല്ലാവരും കൂടെ ഞാൻ കാര്യം പറയാം കേട്ടാ. അവൻ വരുമ്പോൾ അവൻ്റെ മുമ്പാങ്ങാനും വെച്ച് ഇതുപോലെ കളിയാക്കി ചിരിച്ചാ എന്തെങ്കിലും പറഞ്ഞാ ആടി തേടി അടിച്ചു പൊട്ടിക്കും. അത് ആർക്കാണ് ആദ്യം കിട്ടാൻ ഭാഗ്യം അറിഞ്ഞൂടാ, അപ്പം അറിയാം. ഓഹോ കേട്ടാ. മണ്ടന്മാരെ സംസാരം തമ്മിലോടാ. അല്ല അങ്ങനെ ആടാ മണ്ട. അങ്ങനല്ല, അവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. മണ്ടാരടാ പറടാ. മണ്ടാരാ നിന്റെ തണ്ട. ഞാനാണ് മണ്ടൻ. ആര് മണ്ടനാര്? മണ്ടനാര്? അത് ഓർത്തില്ലല്ലേ? ഇതെന്താ ഇത് വേറൊന്നുമല്ലേ, അനിയൻ വരുമ്പോ നല്ലൊരു കഥാപ്രസംഗം ഉണ്ടാവും ഇവിടെ. ഒപ്പം തുള്ളാനും കൈയടിക്കാണ്ട് നിന്നാ മതി. ഇങ്ങനെ നിന്നേക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയോ? എന്തിനു വേണം? ഇതിലെ നടന്നാലില്ലേ അപ്പുറത്ത് പാടമ്പടയാ, അവിടെ വെള്ളം കാണാം. അതൊക്കെ അവിടെ പോണോ? പോയേക്കൊള്ളാം. ഇതേ അവിടെ പോണ്ട, അമ്മ അടിക്കും കേട്ടോ. അവിടെ ഒന്നും പോവല്ലേ മക്കളെ. പാറുകുട്ടിയേ തോന്നില്ലേ? എന്ത് ചെയ്യണേ? എന്താണ് അപ്പൊ അണ്ണോ നിങ്ങളോട് എത്തിയാ? സുരേന്ദ്ര, ഓ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ രാവിലെ ഇറങ്ങിയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. വാ. നിങ്ങൾ എന്ന് വന്നത്? എന്ന് വന്നു? ഞാൻ വന്ന് 2-3 ദിവസം ആയടേ. വാ അകത്ത് പോവാ. ശരി വരി മക്കളെ. കേശു, കേശു. ചിറ്റപ്പ. ഓ മക്കളെ. ചേട്ടത്തി. സുരേന്ദ്ര, എന്തുണ്ട് വിശേഷം? സുഖം ചേട്ടത്തി. വളർന്നല്ല, വെട്ടൊക്കെ ഒന്നും ഇല്ലേ? അതല്ല ഇരിക്കട്ടെ, നിന്റെ പിള്ളേർക്ക് പോകാൻ തന്നെ. പിള്ളേർക്ക് എല്ലാം സുഖമാണ്. അല്ല നിങ്ങൾ സംസാരിക്കുന്ന കേട്ട് നിങ്ങൾ ഇവിടുത്തെ കാരനെ പോലാണല്ലോ. നിങ്ങൾക്ക് ആരിനായിട്ട് നേരത്തെ വലിയ കഷ്ടമാണ്. നിനക്ക് നെയ്യാറ്റിൻകര നാട് വരെ വന്നൂടെ? സമയം വേണ്ട, ഒരു ദിവസം അങ്ങോട്ട് വരാം. മകളെ ഇതിലേക്ക് എല്ലാവരും കൂടെ എടുത്ത് കഴിക്കും. അതൊക്കെ പിന്നെ കഴിക്കാം. ആദ്യം ചിറ്റപ്പനൊന്നും മര്യാദക്ക് കാണട്ടെ. കണ്ട നിന്റെ കുഴിപ്പണത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ആണോ? നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ ഇരിക്കണം, അവിടെ ഉണ്ട്. ആഹാ, ഇവിടെ ഇരിപ്പുണ്ടാ? ഇവിടെ എങ്ങനെ കാണാനെ പറ്റി അന്വേഷിച്ചല്ലേ? വീട്ടിൽ വന്ന് കയറിയാലും അന്വേഷിക്കണോടെ. കടയൊക്കെ എങ്ങനെ പോകണം? കടയൊക്കെ ദേവിയുടെ കടാക്ഷം കൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. എന്റെ തമ്പിയാണ് എന്റെ മക്കള് എവിടെയെങ്കിലും പരാജയപ്പെടും. അയ്യോ, പരാജയപ്പെടേ വിജയിക്കാതെ വേണ്ട, ജീവിച്ച് പോയാ മതി. അല്ല, അമ്മ കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നിന്റെ തന്നെ തരണമെന്നും പറഞ്ഞായിരിക്കും. ചേട്ടത്തിന്റെ കൈ കൂടെ ഇരുന്ന് തിന്നിട്ട്. അണ്ണാ, നിന്റെ സൈറ്റിലെ പണിയൊക്കെ എങ്ങനെ പോണേ? സൈറ്റിലെ പണി മൊത്തം എന്നെയാണ് ഏൽപ്പിച്ചേക്കണം. എല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർക്കണം. അപ്പൊ എഞ്ചിനീയർക്ക് റോളൊന്നും ഇല്ലേ? ഇങ്ങനെ 2-3 റോളാണ് സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയത്. പോയേക്കാണ്.
ചിലപ്പോ ഞാൻ ഇത്ര നേരം വന്നല്ലേ എല്ലാം വന്ന് കഴി. ഇല്ല മകളെ, ഞാൻ ട്രെയിനിൽ നിന്ന് കഴിച്ചു. അവിടെ ചപ്പാത്തിയും കറിയും അവിടെ തന്നെ കഴിച്ചു. ആ പൈസ അവൻ ലാഭിച്ച്. ഇങ്ങനെ നീ പൈസ ലാഭിക്കാൻ തുടങ്ങി നീ കുറെ സമ്പാദിക്കണല്ലോ സുരേന്ദ്ര. ട്രെയിനിന്റെ ടിക്കറ്റ് എങ്ങനെ പൈസ കൊടുത്തിട്ട് എടുത്തത്? അതാ കള്ളവണ്ടി കയറി വന്നാ? ഇല്ല, കള്ളവണ്ടിക്കാരനൊക്കെ നിന്റെ പരിപാടി അല്ലടാണ്. യവണ്ടല്ല പണ്ട് യവനും എൻ്റെ കൂട്ടുകാരൻ കൂടെ കള്ളവണ്ടിക്കാരൻ നേരെ കന്യാകുമാരിക്ക് പോകും. അത് സ്ഥിരമായപ്പോൾ ഒരു സച്ച കണ്ടുപിടിച്ചു. അന്ന് എടുത്തിട്ട് അടിച്ച ആടി അല്ലടാ, സൂപ്പർ ആയിരുന്നല്ലേ. ആമ്പളരാമ്പഴേ ചെറുപ്പത്തിൽ വീരശൂര പരാക്രമം കാണിക്കും. എവണ്ടല്ലേ ആ സമയം പശുവിനെ മേച്ച് ചാണാൻ വാരി തൊഴുത്തും കൃത്യമായിട്ട് നടന്നു. എവനെ കൊണ്ട് തന്നെ ഉള്ളു. അത്രേ ഉള്ളൂ, നമുക്ക് അത്രേ ഉള്ളൂ. സുരേന്ദ്ര ദോശയുണ്ട്, കഴിക്കാം. എന്തായിരുന്നാലും അങ്ങനെ ആവട്ടെ. ചേട്ടത്തിര ദോശയും ചമ്മന്തിയും ദോശ. അയ്യോ.